نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح وأن يرزقنا الإخلاص في القول والعمل. ഇബാദത്തുമായി ബന്ധപ്പെട്ട ചില മസാലകളാണ് നമ്മൾ ഈ സമയത്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ദർസ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വെറും കേട്ടുപോകുന്നല്ല, ഇതെല്ലാവരും എന്ത് ചെയ്യണം, പഠിക്കണം. എന്ത് പറയുന്നത് അതെല്ലാം പഠിക്കണം. വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇബാദത്തുകളിൽ വളരെ ബസീറത്തോടു കൂടി നമുക്ക് നിർവഹിക്കാൻ കഴിയുമെന്നുള്ള കാര്യം സംശയമില്ല. ഈ മസായിലുകൾ ഷെയ്ഖ് ഇബ്നു റസാൻ അൽ ഹാജിരി ഹഫിളഹുല്ലാഹ് അദ്ദേഹം ഇന്ത്യയിൽ വന്ന സമയത്ത് അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള ചില മസലകളാണ്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ള എന്തിനാണ്? ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറഞ്ഞാൽ ഇല്ലാ ലിയുവഹിദൂൻ എന്നെ ഇബാദത്തിന്റെ വിഷയത്തിൽ ഏകനാക്കാൻ വേണ്ടിയാണ്. അപ്പോ ഇല്ലാ ലിയുവഹിദൂൻ എന്ന് തഫ്സീർ കൊടുത്തത് ആരാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. അത് ഇമാം തബരിയും ഇബ്നു കസീറും അവരുടെ തഫ്സീറുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ തരത്തിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ ഇബാദത്തിലൂടെയാണ് നമ്മൾ അല്ലാഹുവിനെ ഏകനാക്കേണ്ടത്. എന്നാൽ അല്ലാഹുവിന്റെ അസ്മാകളിലും അവന്റെ സിഫാത്തുകളിലും അതേപോലെ തന്നെ അവന്റെ പ്രവർത്തികൾ, അതാണ് റുബൂബിയത്ത് എന്ന് പറയുന്നത്. അല്ലാഹു സൃഷ്ടിക്കുന്നു, എല്ലാം ഉടമപ്പെടുത്തുന്നു, ജീവിപ്പിക്കുന്നു, വരുപ്പിക്കുന്നു. അല്ലാഹു റിസ്ഖ് നൽകുന്നു, അല്ലാഹു എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു. ഇതെല്ലാം അല്ലാഹുവിന്റെ പ്രവർത്തികളാണ്. അതിനാണ് റുബൂബിയത്ത് എന്ന് പറയുന്നത്. ഇതിലെല്ലാം അല്ലാഹുവിനെ ഏകനാക്കുക എന്നുള്ളത് അത് ഫിത്രത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുള്ള വിഷയം അത് ഇബാദത്തിന്റെ കാര്യമാണ്. അപ്പൊ എന്താണ് ഇബാദത്ത്? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. രണ്ട് ഹദീസുകൾ വന്നു. ഒന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അദ്ദുആഉ മുഖുൽ ഇബാദ. ദുആ ഇബാദത്തിന്റെ മജ്ജയാണ്. പക്ഷേ ഈ ഹദീസ് ഇമാം തിർമിദി റിവായത്ത് ചെയ്തതാണ്. പക്ഷേ ഈ ഹദീസിൽ ചെറിയ ഒരു ദൗർബല്യമുണ്ട്. കാരണം ഈ ഹദീസ് ഇമാം ഇബ്നു ലഹിഅ എന്ന് പറയുന്ന റാവി ഒറ്റക്ക് ഉദ്ധരിച്ച ഹദീസാണ്. മാത്രമല്ല അബാദിലത്തല്ല ഉദ്ധരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഹദീസ് ദഈഫ്. പക്ഷേ ഇതിലേറെ അർത്ഥവത്തായിട്ടുള്ള, കൂടുതൽ അർത്ഥവ്യാപ്തിയുള്ള ഒരു സഹീഹായ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. തിർമിദിയിൽ തന്നെയാണ് അതിലുള്ളത്. അൻ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അദ്ദുആഉ ഹുവൽ ഇബാദ. ദുആ എന്ന് വെച്ചാൽ അത് തന്നെയാണ് ഇബാദത്ത്. ദുആ തന്നെയാണ് ഇബാദത്ത്. എന്നിട്ട് സുമ്മ ഖറഅ വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു ഈ ആയത്ത്, ഈ പറഞ്ഞ
കാര്യത്തിന് ഒന്നുകൂടെ എന്താണ് തസ്ദീഖ് ചെയ്യുന്ന മസ്ദാഖായിട്ട് ഒരു ആയത്ത് ഓതി. ഏതാണ്? വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് പറഞ്ഞിട്ടുണ്ട്, എന്നെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? വിളിച്ച് പ്രാർത്ഥിക്കുക. അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഉത്തരം ചെയ്യാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. എന്റെ ഇബാദത്തിൽ ആരെങ്കിലും, എനിക്കുള്ള ഇബാദത്തിൽ ആരെങ്കിലും കിബർ കാണിക്കുന്ന പക്ഷം അവര് നരകത്തിൽ നിന്നരായിട്ടാണ് പ്രവേശിക്കുക. അപ്പോ ഈ ആയത്ത് നോക്കൂ. ആദ്യം എന്നെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുവീൻ, എന്ന് മാത്രം നിങ്ങൾ ദുആ ചെയ്യുവീൻ എന്ന് പറഞ്ഞു ആദ്യം. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ആരെങ്കിലും എന്താണ് എന്റെ ഇബാദത്തിൽ നിന്ന് ആരെങ്കിലും കിബർ കാണിക്കുകയാണെങ്കിൽ. അപ്പൊ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പരിചയപ്പെടുത്തുന്നത്? ദുആ എന്ന് പറഞ്ഞാൽ ഇബാദത്താണെന്നാണ് പരിചയപ്പെടുത്തുന്നത്. നേരെ തിരിച്ചു, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ദുആ ആണ്. അപ്പൊ ഈ ഒരു പ്രയോഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും അബ്ലഗായിട്ടുള്ള ഒരു പ്രയോഗമാണ്. ദുആ അത് തന്നെയാണെന്ത്? ഇബാദത്ത് എന്നതാണ് അർത്ഥം. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ എല്ലാ ഇബാദത്തുകളും എന്തുണ്ട്? ദുആ ആണ്. നമുക്കറിയാം ദുആ രണ്ട് വിധത്തിലുണ്ട്. ദുആ മസ്അലത്തിൻ വ ദുആ ഇബാദ. ചോദിക്കുക എന്ന് പറയുന്ന ദുആ ഉണ്ട്. അഥവാ അതിന്റെ ആ ദുആ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ നേരിട്ട് ചോദ്യങ്ങൾ ഉണ്ടാവുക. ഉദാഹരണമായിട്ട് റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ഇതിലെല്ലാം അള്ളാഹുവോട് നേരിട്ട് എന്താണ്? അതിൽ മസഅലത്ത് തന്നെയാണ് നേരിട്ടുള്ളത്. പക്ഷേ രണ്ടാമത്തതൊന്നുണ്ട്, ദുആ വ ഇബാദ. പ്രത്യക്ഷത്തിൽ അത് ഇബാദത്താണ്. പക്ഷെ അതിലൂടെ അള്ളാഹുവോട് എന്താണ് ആവശ്യപ്പെടുകയാണ്, ചോദിക്കുകയാണ് ചെയ്യുന്നത്. അതിന് പണ്ഡിതന്മാർ വിശദീകരിക്കാറുണ്ട്. സുആലുല്ലാഹി അല്ലെങ്കിൽ ദുആഉല്ലാഹി ബിലിസാനി അൽ ഹാൽ. അവസ്ഥയിലൂടെ, താൻ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ അള്ളാഹുവിനോട് എന്ത് ചെയ്യാണ്? തന്റെ ആവശ്യങ്ങൾ ചോദിക്കുകയാണ്. ഒരു നമസ്കരിക്കുന്ന ആൾ എന്താണ് ചോദിക്കുന്നത്? അള്ളാഹുവിന്റെ സ്വർഗവും അള്ളാഹുവിന്റെ പ്രതിഫലവും അള്ളാഹുവിന്റെ സ്നേഹവും ഇതെല്ലാമാണ് ചോദിക്കുന്നത്, അല്ലേ? അപ്പോ എല്ലാ ഇബാദത്തിലും എന്താണുള്ളത്? അടങ്ങിയിട്ടുള്ളത്? അതിൽ ദുആ അടങ്ങിയിട്ടുണ്ട്. അപ്പോ രണ്ട് തരത്തിലുള്ള ദുആ ഉണ്ട്. അത് ഏതൊക്കെയാണ്? ദുആഉ മസലത്തിൻ ദുആഉ ഇബാദ. ശരി, ഇനി അപ്പോ നമ്മൾ ഏതൊരു ഇബാദത്ത് എടുത്തു നോക്കുകയാണെങ്കിലും പറഞ്ഞതുപോലെ അതിൽ ദുആ അടങ്ങിയിട്ടുണ്ടാകും. ഏതൊരു ഷിർക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ, ഇബാദത്തിലെ ഷിർക്കാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇബാദത്തിലുള്ള ഷിർക്ക് നോക്കുകയാണെങ്കിൽ അവിടെ എന്താ ഉണ്ടാവുക? അള്ളാഹു അല്ലാത്തവരോട് ദുആ ഉണ്ടാകും. മനസ്സിലായില്ലേ? ഉദാഹരണമായിട്ട് എന്ത് ചെയ്യാണ്? കുറച്ചാളുകൾ ഒരു വാഹനത്തിൽ ഒരു ജാറത്തിന്റെ അരികിലൂടെ ഇങ്ങനെ പോവുകയാണ്. എന്നിട്ടോ അവിടെ എത്തിയപ്പോ അവർക്ക് ഒരു പേടി വന്നു. ഇവിടെ പൈസ ഇട്ടിട്ടില്ലെങ്കിൽ എന്താണ് അവർക്ക് എന്തെങ്കിലും അപകടം പറ്റുമെന്നുള്ള ഭയം വന്നു. അങ്ങനെ അവരെന്ത് ചെയ്തു? അവിടെ പണമിട്ടു. അപ്പൊ അവരതിലൂടെ ചോദിക്കുന്നത് എന്താണ്? അവിടെ മഖ്ബൂറായിട്ടുള്ള ആളോട് തന്റെ കാര്യം ഏറ്റെടുക്കണമേ എന്നാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ആ വ്യക്തി ചോദിക്കുന്നത്, അല്ലേ? അപ്പൊ എല്ലാത്തിലും ഒരു ഇബാദത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഷിർക്ക് വരുന്നത്, ഇബാദത്തുള്ള ഷിർക്ക് വരുന്നത് എന്തിലൂടെയാണ്? അല്ലാഹുവിനുള്ള കൊടുക്കേണ്ട ദുആ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലൂടെയാണ്. എന്നാൽ മറ്റൊരു തരത്തിൽ ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇബാദത്തിന് താരീഫ് കൊടുക്കുന്നുണ്ട്. അത് സത്യത്തിൽ ഇബാദത്തുല്ലാഹ്, അല്ലാഹുവിനുള്ള ഇബാദത്തിന്റെ മാത്രം എന്താണ്? താരീഫാണ്. അല്ലാതെ മൊത്തത്തിലുള്ള ഇബാദത്തിനുള്ള താരീഫല്ല. അതെന്താണ് അല്ലാഹുവിനുള്ള ഇബാദത്തിന്റെ താരീഫ്? ഹുവ ഇസ്മുൻ അല്ലെങ്കിൽ ഹിയ ഇസ്മുൻ ജാമിഉൻ
لكل ما يحبه الله ويرضاه من الأقوال والأعمال الظاهرة والباطنة. അപ്പോൾ എന്താണ് താരീഫ്? ഇസ്മുൻ ജാമിഅ, ഒരു ജാമിഅായിട്ടുള്ള, ഒരു സമഗ്രമായിട്ടുള്ള, ഒരു മൊത്തത്തിലുള്ള ഒരു എന്താണ് പദമാണത്. പല കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു പൊതുവായ ഒരു പദമാണത്. ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർദാഹു, അല്ലാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന എല്ലാ കാര്യത്തിനുള്ള പേരാണത് ഇബാദത്ത് എന്ന് പറയുന്നത്. മിനൽ അഖ്വാലി വൽ അഫ്ആൽ, അല്ലാഹു ഇഷ്ടപ്പെട്ട, അല്ലാഹു തൃപ്തിപ്പെടുന്ന വാക്കുകളും പ്രവർത്തികളും, പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ള, എന്ന് പറഞ്ഞാൽ രഹസ്യവും പരസ്യവുമാകുന്ന വാക്കുകൾ, പ്രവർത്തികൾ, അല്ലാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന വാക്കുകളും പ്രവർത്തികൾക്കുമുള്ള ഒരു പൊതുവായ പേരാണത് ഇബാദത്ത് എന്ന് പറയുന്നത്. സത്യത്തിൽ അതെന്താണ്? ഇബാദത്തുല്ലാഹ് എന്നതിന്റെ നിർവചനമാണ്. അപ്പോ വളരെ എന്താണ് ഗൗരവമുള്ള വിഷയമാണ്. ഈ വിഷയത്തിൽ തെറ്റിപ്പോയതിന്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തിട്ടുള്ളത്? മക്കയിലെ മുശ്രിക്കുകളോട് യുദ്ധം ചെയ്തിട്ടുള്ളത്. അവർ അള്ളാഹുവിനെ അങ്ങേയറ്റം ആദരിക്കുന്നവരായിരുന്നു. അവർ അള്ളാഹുവിന് അങ്ങേയറ്റം വില കൽപ്പിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അള്ളാഹുവിനെ അങ്ങേയറ്റം പേടിച്ചിട്ട്, അള്ളാഹിനെ പേടിച്ചിട്ട് പള്ളിയിൽ കൂടെ പോകില്ല എന്ന് പറഞ്ഞ പോലെ എന്താണ്, അവർ അള്ളാഹുവിനെ പേടിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വേറെ ആളുടെ വാസ്തയിലൂടെ അള്ളാഹുലേക്ക്, ഒരു അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളിലൂടെ മാത്രമേ അള്ളാഹുലേക്ക് എത്തിപ്പെടാൻ കഴിയും. നമ്മളൊക്കെ പാപികളാണെന്നുള്ളത് പറഞ്ഞത്. അപ്പോ അങ്ങനെ അതിന്റെ പേരിൽ അവരോട് എന്ത് ചെയ്തു? അള്ളാഹുവിനെ അംഗീകരിക്കുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിന്റെ ഭവനം അവർ കാക്കാറുണ്ടായിരുന്നു അല്ലെ? ഹജ്ജിന് വരുന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കുന്ന സിഖായത്തായിരുന്നു അവര്. ഇങ്ങനെ എല്ലാം ഉണ്ടായിരുന്ന അവരെ അള്ളാഹുവിന്റെ റസൂൽ അവരോട് യുദ്ധം ചെയ്തു. അവരുടെ രക്തവും അഭിമാനവും അവരുടെ സമ്പത്തും പവിത്രമാക്കി, അവരുടെ അതെന്താക്കി? ഹലാലാക്കി. അതുപോലെ തന്നെ അവരെ അങ്ങേയറ്റം അള്ളാഹുവിന്റെ പേരിൽ വെറുക്കുകയും ചെയ്തു. അവരോട് ശക്തമായ ശത്രുത വെച്ചു പുലർത്തുകയും ചെയ്തു. ഇതെല്ലാം ഈ ഒരു ഇബാദത്തിന്റെ കാര്യത്തിലുള്ള പ്രശ്നം കാരണത്താലാണ്. അപ്പോൾ നമ്മൾ ഇബാദത്തിനെ കുറിച്ച് അല്പം ചിലത് പഠിക്കേണ്ടതുണ്ട്. അതിലാദ്യം നമ്മൾ പഠിച്ച കാര്യം എന്താണ്? എല്ലാവർക്കും അറിയുന്ന വിഷയം തന്നെയാണ്. പക്ഷെ ഒന്നുകൂടെ എന്താണ് മുറാജയായിട്ടാണത്. പിന്നെ ഇബാദത്തിന്റെ ആ ആയത്തിൽ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന ആയത്തിൽ അത് തൗഹീദുൽ ഇബാദയാണ് അതിൽ പറയുക. അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലേ? ശരി, ഇനി നമ്മൾ അല്പം ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും, ചോദ്യം നമ്പർ 1 ആണെങ്കിൽ അതിന്റെ ഉത്തരം എന്തായിരിക്കും? 1 ആയിരിക്കും. ചോദ്യം നമ്പർ 2 ആണെങ്കിൽ ഉത്തരം 2 കാര്യങ്ങളായിരിക്കും അതിന്റെ മറുപടി. ഇനി 3ാമത്തെ ചോദ്യത്തിന് 3 ഉത്തരങ്ങളുണ്ടാവുക, 4ാമത്തെ ചോദ്യത്തിന് 4 ഉത്തരങ്ങൾ, 5ന് 5 ഉത്തരങ്ങൾ, 6ന് 6, 7ന് 7, അങ്ങനെയാണ് പോകുന്നത്. ശരി, അതിൽ 1ാമത്തെ കാര്യം എന്താണ്? അൽ-അസ്ലു ഫിൽ ഇബാദ, ഇബാദത്തിന്റെ കാര്യത്തിലുള്ള തത്വം എന്താണ്? അടിസ്ഥാന തത്വം എന്താണ്? അതെന്താണ്? അൽമൻ ഇല്ലാ ബിദലീൽ. അൽമൻ ഇല്ലാ ബിദലീൽ. ഇബാദത്തിന്റെ കാര്യത്തിലുള്ള അസ്ൽ എന്താണ്? അൽമൻ ഇല്ലാ ബിദലീൽ. ഹസ്ല ചെയ്യണം കേട്ടോ എല്ലാവരും. എന്ന് പറഞ്ഞാൽ തെളിവില്ലാതെ ഒന്നും തന്നെ പാടില്ല. തെളിവില്ലാതെ ഒന്നും ചെയ്യാൻ പാടില്ല. തെളിവില്ലാതെ നമുക്ക് ഇബാദത്താകുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഫസ്തഖിം കമാ ഉമിർത. നിന്നോട് കൽപ്പിച്ച രൂപത്തിൽ മാത്രം നീ നിലകൊള്ളുക. കൽപ്പനയില്ലെങ്കിൽ എന്തില്ല? അവിടെ ഒരു ഇബാദത്തുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. നമ്മുടെ കൽപ്പനയില്ലാത്തൊരു എന്താണ് അമൽ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ തള്ളപ്പെട്ടതാണ്. അപ്പോ
ദലീലില്ലാതെ പാടില്ല എന്നുള്ളതാണ് അസ്ല്. അപ്പൊ എന്താണ്, ഒരു ഇബാദത്ത് ഒരാൾ ചെയ്യുകയാണ്, അതിനുള്ള തെളിവ് അയാളുടെ പക്ഷത്തില്ലെങ്കിൽ അയാൾ ചെയ്യുന്നത് എന്താണ്? ബിദ്അത്താണ്. തെളിവില്ലാത്ത ഇബാദത്ത് ബിദ്അത്താണ്, തള്ളപ്പെട്ടതാണ്, അല്ലാഹുവിന്റെ അങ്ങേയറ്റത്തെ കോപത്തിന് അർഹമാകുന്നതാണ്. അല്ലേ? കാരണം എന്താണ്? അല്ലാഹുവിന്റെ മാത്രം അവകാശമാണ് ദീൻ നിശ്ചയിക്കുക എന്നുള്ളത്. നിയമം നിർമ്മിക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ മാത്രം അവകാശമാണ്. അപ്പോ ഇനി ധാരാളം ആയത്തുകളും ഹദീസുകളും ഈ വിഷയത്തിലുണ്ട്. അപ്പോ എന്താണ് കാര്യം? അൽ അസ്ലു ഫിൽ ഇബാദതി അൽ മൻ ഇല്ലാ ബിദലീൽ. എന്താണ് ദലീൽ? അദ്ദലീലു ഹുവ അൻ-നസ്സു വൽ ഇജ്മാ. നസ്സാണ്. നസ്സ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ആണ്. ഇവിടെ ഉദ്ദേശിക്കുന്ന ടെക്സ്റ്റ് ഏതാണ്? ഖുർആനിന്റെയും ഹദീസിന്റെ ടെക്സ്റ്റ് ആണ്. രണ്ടാമത്തേത് ഇജ്മാ ആണ്. ഇജ്മാ. അപ്പോൾ നസ്സ് എന്ന് പറഞ്ഞാൽ അൽ കിതാബ് വസ്സുന്ന. നമുക്ക് എല്ലാവർക്കും അറിയാം, കിതാബും സുന്നത്തും എല്ലാ അർത്ഥത്തിലുമല്ല. അതിൽ ആയത്തുൻ മുഹ്കമ വ ഹദീസുൻ ഔ സുന്നത്തുൻ ഖായിമ, അല്ലെങ്കിൽ സുന്നത്തുൻ സഹീഹ. അതാണ് നസ്സ് എന്ന് പറഞ്ഞാൽ. മുഹ്കമത്തായിട്ടുള്ള ആയത്ത്, പ്രാബല്യത്തിലിരിക്കുന്ന ആയത്ത് എന്ന് പറഞ്ഞാൽ നസ്ഖ് ചെയ്യപ്പെട്ടിട്ടില്ല. നസ്ഖ് ചെയ്യപ്പെടാൻ പറഞ്ഞാൽ ചില ആയത്തുകളിലുള്ള വിധികൾ എന്ത് ചെയ്തിട്ടുണ്ട്? നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ്, അല്ലേ? അപ്പോ പിന്നീട് എന്താണ്? അതിന്റെ നാസിഖായിട്ടുള്ള ആയത്തിറങ്ങും. അതിനാണ് മുഹ്കമ എന്ന് പറയുന്നത്. പ്രാബല്യത്തിരിക്കുന്ന, ഇന്നും ആ ആയത്തുകളിൽ പറയപ്പെട്ടിട്ടുള്ള വിധികൾ എന്താണ്? വിധികൾ പ്രാബല്യത്തിലിരിക്കുന്നതിനാണ് ആയത്തുൻ മുഹ്കമ. അങ്ങനെയുള്ള ആയത്ത് മാത്രമേ തെളിവ് പിടിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തേതോ സുന്നത്തുൻ സഹീഹ. സഹീഹത്തായിട്ടുള്ള സുന്നത്തായിരിക്കണം. ദഈഫാകാൻ പാടില്ല. നമുക്കറിയാം എത്ര വിഭാഗം ആളുകൾ ഓരോ കാര്യത്തിനും, ഉദാഹരണമായിട്ട് ഖബറിന്റെ അടുക്കൽ പോയിട്ട് തൽഖീൻ ചെയ്തു കൊടുക്കുന്നു. ഖബറാളിക്ക് എന്ത് ചെയ്യാണ്? നിന്നോട് മലക്ക് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ, എന്ത് ചോദിക്കുകയാണെങ്കിൽ മാൻ റബ്ബുക എന്ന് പറയാൻ നിന്ന് പറഞ്ഞു കൊടുക്കണം. ഇനി ചോദിക്കുകയാണ് എന്താണ് മാദീനുക എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കണം. ഇവിടുന്ന് ഇങ്ങനെ മേലെന്ന് പറഞ്ഞു കൊടുക്കണം. ഈ വിഷയത്തിൽ എന്തുണ്ട്? ഹദീസ് വന്നിട്ടുണ്ട്. പക്ഷെ ഹദീസ് എന്താണ്? ദഈഫാണ്, ലൈ. അതുകൊണ്ടാണ് നമ്മുടെ സലഫുകൾ പറഞ്ഞത് ലൈസത് ജൗദത്തുൽ ഹദീസി ഫീ ഉലൂമിൽ ഇസ്നാദ് വലാകിൻ ജൗദത്തുൽ ഹദീസി ഫീ സഹ്ഹത്തിൽ ഇസ്നാദ്. ഒരു ഹദീസിന്റെ ഭംഗി എന്ന് പറയുന്നത് അതിൽ സനദ് വളരെ കുറഞ്ഞ എന്താണ് ഹദീസല്ല. സനദ് കുറഞ്ഞത് ഹദീസ് എന്ന് പറയുന്ന സലഫുകൾക്ക് വളരെ പ്രിയങ്കരമായ ഹദീസാണ്. പക്ഷേ അതല്ല എന്താണ് ഒരു ഹദീസിന്റെ ഭംഗി. മറിച്ച് എന്താണ്? വലാകിന്ന ജൗദത്തുൽ ഹദീസി സഹ്ഹത്തുൽ ഇസ്നാദ്. സനദ് സഹീഹാവുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോ സഹീഹായ എന്തായിരിക്കണം? സുന്നത്തായിരിക്കണം. മൂന്നാമത് എന്താണ്? അടുത്തത് എന്താണ്? അൽ ഇജ്മാ. ഇജ്മാ എന്നുള്ളത് നമ്മൾ എന്താണ് മുഅ്തബറായിട്ടുള്ള പണ്ഡിതന്മാർ. മുഅ്തബറായ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ എന്താണ്? യോഗ്യരായിട്ടുള്ള, അംഗീകരിക്കപ്പെടുന്ന, ലോകം അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ. മനസ്സിലായില്ലേ? അവരുടെ ഇൽമിലും അമലിലും എല്ലാം അവർ അങ്ങേയറ്റം മുൻപന്തിയിലാണ്. അവരുടെ അബദ്ധങ്ങളെക്കാൾ അവരുടെ കാര്യത്തിൽ അവരുടെ നന്മകളാണ് കൂടുതൽ. മനസ്സിലായില്ലേ? അറിവില്ലായ്മയേക്കാൾ അവർക്കുള്ളത് എന്താണ്? അറിവാണുള്ളത് വിഷയങ്ങളിൽ. ഇങ്ങനെ എല്ലാ വിധത്തിലുള്ള ഒരു ഉലമാക്കളുടെ ഒരുപാട് സിഫാത്തുകളുണ്ട്, അഖ്ലാഖുകളുണ്ട്. ഇതെല്ലാം എടുത്തണിഞ്ഞ ആളുകൾ. അവർ അങ്ങനെയുള്ള ഉലമാക്കൾ ഏകോപിക്കുകയാണ്. മനസ്സിലായില്ലേ? അത് മാത്രമാണ് ഇജ്മാ. അല്ലാതെ ലോകത്തുള്ള എല്ലാ മനുഷ്യനും, എല്ലാ അണ്ടനും അടുകോടനും എന്താ പറയാ, ഒരു വിഷയത്തിൽ യോജിക്കണം എന്നല്ല അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഒരു വിഷയത്തിൽ എന്തുണ്ടാവില്ല? ഇജ്മാ ഉണ്ടാവില്ല. മനസ്സിലാവുന്നില്ലേ?
ഒരു വിഷയത്തിൽ ഇജ്മാ ഉണ്ടാവില്ല. കാരണം എല്ലാത്തിലും ഉണ്ടാവും ഒരു എന്താണ് എതിരഭിപ്രായം ഉണ്ടാകും. എവിടെ ഇല്ലെങ്കിലും എവിടെ ഉണ്ടാകും? കേരളത്തിലുണ്ടാകും അഭിപ്രായം, അല്ലേ? അതാണ് കാര്യം. അപ്പൊ ഇജ്മാ വേണം. ഇജ്മാ എന്ന് പറഞ്ഞാൽ മുഅ്തബറായിട്ടുള്ള പണ്ഡിതന്മാർ അവര് യോജിക്കുകയാണ് ഒരു മസലയിൽ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്താ പറഞ്ഞിട്ടുള്ളത്? ലാ തജ്തമിഉ ഉമ്മതി അലാ ളലാല, എന്റെ ഉമ്മത്ത് ഒരു വഴികേടിൽ, ഒരു ളലാലത്തിൽ ഏകോപിക്കുകയില്ല. അപ്പൊ എന്റെ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിലുള്ള പണ്ഡിതന്മാർ ഒരു വിഷയത്തിൽ ഏകോപിക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? അത് ഹുദയായിരിക്കും, അത് സത്യമായിരിക്കും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യുശാഖിഖ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല. ഇതെന്താണ്? വമൻ യുശാഖിഖ റസൂൽ, റസൂലിനോട് ആരെങ്കിലും വഴി പിരിയുകയാണ്, റസൂലിനെതിരായിട്ട് നിൽക്കുകയാണ്, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനുകളുടെ മാർഗത്തിനെതിരാണ്. മുഅ്മിനുകളുടെ മാർഗം എന്ന് പറഞ്ഞാൽ മുഅ്മിനുകൾ ഏകോപിച്ചിട്ടുള്ള മാർഗം എന്നതാണ് അതിന്റെ ഒരു തഫ്സീർ. എങ്കിൽ നുവല്ലിഹി മാ തവല്ല, അവനെ തിരഞ്ഞെടുത്ത് നാം തിരിച്ചു കളയുമ്പോൾ നുസ്ലിഹി ജഹന്നമ വസഅത് മസീറ, നരകത്തിൽ നാം കരിച്ചു കളയും. അതത്ര ചീത്ത എന്താണ് സംഗീതമാണ്. അപ്പോ അന്നസ്സു വൽ ഇജ്മാ. അപ്പൊ ചോദ്യം വരും, ഖിയാസോ? ഖിയാസ് എന്ന് പറയുന്നത് ആയത്തുൻ മുഹ്കമയിലും ഹദീസുൻ ഖായിമയിലും അല്ലെങ്കിൽ സുന്നത്തുൻ ഖായിമ അതിൽ വരുന്നതാണ്. കാരണം ഖിയാസ് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തെളിവെടുക്കുന്ന ഒരു രീതി മാത്രമാണ്. മനസ്സിലായില്ലേ? ഒരു രീതി മാത്രമാണ് അത് ഖിയാസ് എന്ന് പറയുന്നത്. അതല്ലാതെ അത് പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അത് ഖുർആനിലും ഹദീസിലും മാത്രം പരിമിതമാണ്. അടുത്തത് എന്താണ്? അപ്പോ അൽ-അസ്ലു ഫിൽ ഇബാദ എന്താണ്? ഇല്ല ബിദലീൽ. മദ്ദലീൽ എന്താ തെളിവ്? അൻ-നഫ്സു വൽ ഇജ്മാ. അൻ-നഫ്സു വൽ ഇജ്മാ എന്താ നഫ്സ് എന്ന് പറഞ്ഞാല്? നമ്മൾ ഇങ്ങനെ പറയാം, ആയത്തുൻ മുഹ്കമ വസുന്നത്തുൻ ഖായിമ അല്ലെങ്കിൽ വസുന്നത്തുൻ സഹീഹ. അതാണ് കാര്യം. അടുത്തത് രണ്ടാമത്തെ വിഷയമാണ് ശുറൂത്തുൽ ഇബാദ. ഇബാദത്തിന്റെ ഷർത്തുകൾ. ഒരു ഇബാദത്ത് സഹീഹാകണമെങ്കിൽ, സഹീഹത്താകണമെങ്കിൽ രണ്ട് ഷർത്തുകളുണ്ട്. ഈ രണ്ട് ഷർത്തുകൾ നമുക്കറിയുന്നതാണ്. ഇത് രണ്ടും പൂർത്തിയായാൽ മാത്രമേ ഒരു ഇബാദത്ത് സഹീഹാവുകയുള്ളൂ. എന്താണത്? ആ ഷർത്തുകൾ ഏതൊക്കെയാണ്? ഒന്ന് അൽ ഇഖ്ലാസ്, രണ്ടാമത്തെ അൽ മുതാബ. അൽ ഇഖ്ലാസ്, രണ്ടാമത്തെ അൽ മുതാബ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം, അതിന്റെ ഉത്തരം രണ്ടെണ്ണമാണ്, അൽ ഇഖ്ലാസ് വൽ മുതാബ. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇബാദത്ത്, താൻ ചെയ്യുന്ന ആ ഇബാദത്ത് അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്നതായിരിക്കണം. അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്നതായിരിക്കണം. അപ്പോ എന്താണ്? അള്ളാഹുവിന്റെ അജ്റും അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം, ജന്നത്തിൽ വെച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള, അള്ളാഹുവിന്റെ വജ്ഹ് കാണാൻ വേണ്ടി ഈ തരത്തിൽ അള്ളാഹുവിന്റെ അടുക്കലുള്ളത് മാത്രം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യുന്നത്? ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ്. അവരോട് കൽപ്പിക്കപ്പെട്ടത്, വമാ ഉമിറു, അവർ ഒന്നും തന്നെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅബ്ദുല്ലാഹ്, അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ, മുഖ്ലിസീന ലഹുദ്ദീൻ, അമലുകൾ അവന് മാത്രമാക്കിക്കൊണ്ട്, അവന് വേണ്ടി മാത്രം, അതല്ലാതെ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ എന്താണ് ഒരു നിയ്യത്തും ഇല്ലാതെ. ചിലപ്പോൾ എന്ത് ചെയ്യും? അധികം ആളുകളുടെയും പ്രശ്നം എന്താണ്? മറ്റുള്ളവരെ കാണിക്കാൻ അല്ലാതെ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും?
അശ്രദ്ധമായിട്ടുള്ള ഇബാദത്തുകളുണ്ട്. ചിലപ്പോൾ എന്തുണ്ടാകും, ഭക്ഷണം കഴിക്കും, ബിസ്മില്ല ചെല്ലുന്നുണ്ടാകും. പക്ഷെ ബിസ്മില്ല ചെല്ലുക എന്നുള്ളത് അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ ആ ഒരു ഇബാദത്ത് ഞാൻ അള്ളാഹുവിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു എന്താ പറയാ ആ നിയ്യത്ത് മനസ്സിൽ വെക്കുക എന്നുള്ള കാര്യം ഉണ്ടാവില്ല. മറിച്ച് ഒരു യാന്ത്രികമായിട്ട് ഇങ്ങനെ ചെയ്തു പോവുകയാണ് അല്ലേ? അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മുടെ പല പല കാര്യങ്ങൾ നമസ്കാരത്തിലേക്ക് നേരെ വന്നിട്ട് ഒറ്റക്കെട്ടലായിരിക്കും അല്ലാഹു അക്ബർ. മറിച്ച് എന്താ വേണ്ടത്, ആദ്യം നമ്മൾ മനസ്സിരുത്തണം നമ്മൾ എന്തിനാ, നമ്മുടെ ഏതൊക്കെ എന്താ പറയാ അള്ളാഹുവിന്റെ അടുക്കൽ എന്തൊക്കെ നമ്മൾ ലക്ഷ്യം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇബാദത്ത് ഈ ഒരു നമസ്കാരം നിർവഹിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഉദാഹരണമായിട്ട് ഫർദ് നമസ്കാരം, അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഏറ്റവും അടുക്കാൻ പറ്റുന്ന കാര്യം എന്താണ്, ഫർദിലൂടെയാണ്. അതിൽ ഏറ്റവും വലുത് എന്താണ്, ഫറായിദുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്, നമസ്കാരമാണ് അല്ലേ? അള്ളാഹുവിന്റെ വലിയാകാൻ ആദ്യമായി ചെയ്യേണ്ടതാണ് ഫറായിദുകൾ പൂർത്തീകരിച്ച് ചെയ്യലാണ്. രണ്ടാമത്തതോ അവിടെ പാപങ്ങൾ ഇങ്ങനെ പൊറുക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 5 നമസ്കാരങ്ങൾ ജമാഅത്തായിട്ട് അല്ലെങ്കിൽ നമസ്കരിക്കുന്ന ഒരാളുടെ ഒരു മിസാൽ എന്താണ്, ഒരാളുടെ വീട്ടിന്റെ മുമ്പിൽ ഒരു പുഴ ഉണ്ടെങ്കിൽ അയാൾ പോയിട്ട് എന്ത് ചെയ്യും, എല്ലാ 5 നേരം അയാൾ അവിടെ പോയിട്ട് കുളിക്കും. അയാളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു അഴുക്കുണ്ടാവോ, ഇല്ല. ഇതേപോലെ 5 നേരത്തെ നമസ്കാരങ്ങൾ പാപത്തിൽ പൊറുക്കപ്പെടും. അതുപോലെ തന്നെ ജമാഅത്ത് നമസ്കാരം 27 തവണ ആ ഒരു നമസ്കാരം ചെയ്തതിന്റെ പ്രതിഫലം ലഭിക്കും. സഫുൽ അവ്വലിന്റെ പ്രതിഫലം ആരെങ്കിലും അറിയാണെങ്കിൽ അടിപിടി കൂടിയിട്ടെങ്കിലും എന്ത് ചെയ്യും, അത് നേടിയെടുക്കാൻ ശ്രമിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് നിയത്ത് ചെയ്യാൻ കഴിയും. ഇതെല്ലാം നിയത്ത് ചെയ്താൽ മാത്രമേ ആ അജ്റുകൾ ലഭിക്കുള്ളൂ. ഇല്ലെങ്കിൽ എന്താ പറയാ, ഒന്നും ലഭിക്കില്ല. കാരണം എന്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അമലുകൾ പരിഗണിക്കപ്പെടുന്നത്, ഇബാദത്തുകൾ പരിഗണിക്കപ്പെടുന്നത് നിയ്യത്തുകളുടെ അടിസ്ഥാനത്തിലാണ്. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഏതൊരാൾ എന്താണ് നിയ്യത്താക്കിയത് ലഭിക്കുള്ളൂ. അപ്പൊ എന്താണ്, ഒരു സഫില് എത്ര ആളുണ്ട്, കുറെ ആളുണ്ട്, ഒരു 5 ആളുണ്ട് വിചാരിക്കാം. ഒരാൾ ഒരുപാട് കാര്യങ്ങൾ നിയ്യത്ത് ചെയ്തിട്ടുണ്ടാകും. ഇങ്ങനെ ഒരു 10-30 കാര്യങ്ങൾ നിയ്യത്ത് ചെയ്തിട്ടുണ്ടാകും. അവന് 30 കാര്യങ്ങൾ ലഭിക്കും. ഒരാൾ ചിലപ്പോൾ എന്തായിരിക്കും, ഒരു കാര്യം നിയ്യത്താക്കിയിട്ടുണ്ടാകും, അവന് 1 കാര്യം ലഭിക്കും. എത്രയാണോ അത് നിയ്യത്താക്കുന്നത്, ആ വിഷയത്തിൽ വന്ന ഫവായിദുകൾ, ശ്രേഷ്ഠതകൾ നമ്മൾ നിയ്യത്താക്കുന്നത്, അതിനനുസരിച്ച് എന്ത് ലഭിക്കും, അജ്റുകൾ ലഭിക്കും എന്നുള്ളതാണ്. അപ്പോ ഇന്ന് നമ്മുടെ എന്താ പറയാ, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമസ്കാരത്തിലേക്ക് വരുമ്പോൾ ഒരാൾ ഓടിപ്പോകാൻ പാടില്ല, മറിച്ച് വഖാറോടുകൂടി അയാൾ നടക്കണം. അപ്പൊ ആ നടത്തത്തിൽ അയാൾക്ക് എന്തോർക്കാൻ കഴിയും, അതിലൂടെ അയാൾക്ക് മനസ്സിരുത്താനും അയാൾക്ക് നിയ്യത്തിന്റെ വിഷയങ്ങൾ ഓർക്കാനൊക്കെ സാധിക്കും. അതല്ലാതെ ഒരാൾ ഓടിപ്പോയിട്ടോ കെട്ടിക്കഴിഞ്ഞാൽ എന്താണ്, ഇതൊന്നും ഓർക്കാൻ അയാളെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല. എന്താണ് മുതാബഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യും. റസൂലുള്ളാഹി എങ്ങനെയാണോ നമസ്കരിച്ചത് അതുപോലെ നമസ്കരിക്കണം. റസൂലുള്ളാഹി എങ്ങനെയാണോ ഓരോ ഇബാദത്തുകൾ ചെയ്തിട്ടുള്ളത് അതുപോലെ ഇബാദത്ത് ചെയ്യണം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. അപ്പോ അതിനുള്ള മാർഗം എന്താണ്, വിശദമായ പഠനം മാത്രമാണ്. കാരണം എന്താണ്, നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും നമ്മൾ എന്ത് ചെയ്യണം, വിശദമായി പഠിക്കണം. എങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, എങ്ങനെയാണോ ആ കാര്യങ്ങളെല്ലാം റസൂൽ എങ്ങനെയാണ് ചെയ്തത് അതുപോലെ മാത്രം ചെയ്യാൻ കഴിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെയാണ് നമസ്കരിക്കുന്നത് കാണുന്നത് അതുപോലെ മാത്രം നിങ്ങൾ നമസ്കരിക്കുക. അതുപോലെ തന്നെ ഹജ്ജിന്റെ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദു അന്നി മനാസികക്കും. എന്നിൽ നിന്ന് നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ നോക്കി പഠിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെയാണ് ചെയ്യേണ്ടത്. ശരി, ഈ വിഷയത്തിലൊക്കെ ധാരാളം ആയത്തുകളുണ്ട്. ഈ 2 ഷർത്തുകൾ നമ്മൾ പാലിച്ചാൽ മാത്രമാണ് അതെന്താകുന്നത്, അത് ഒരു സാലിഹായ ഒരു അമലായി തീരുന്നത് അല്ലേ?
അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞിട്ടുള്ളത്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ധാരാളം സന്ദർഭങ്ങളിൽ ഈ ഒരു വിഷയം അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരു അമല് അത് അഹ്സനായിട്ടുള്ള ഒരു അമലായി തീരണമെങ്കിൽ എന്ത് വേണം? ഈ 2 ഷർത്തുകൾ വേണമെന്നാണ് ഫുദൈൽ ഇബ്നു അയ്യാദ് വിശദീകരിച്ചതും ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം സംസാരങ്ങൾ ഖുർആനിലും ഹദീസിലും സലഫുകളുടെ അടുക്കൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. ശരി, അടുത്തത് മാ അർക്കാനുൽ ഇബാദ. ഇബാദത്തിന്റെ റുക്നുകൾ, സ്തംഭങ്ങൾ എന്തൊക്കെയാണ്? ആ മൂന്നാമത്തെ ചോദ്യമാണ്. അതിന് 3 മറുപടിയാണ്, 3 കാര്യങ്ങളാണ് അതിന്റെ മറുപടി. ഈ 3 ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഇബാദത്ത് നിലനിൽക്കുക. ഒരു ഇബാദത്ത് നിലനിൽക്കുകയുള്ളൂ. അതിലൊന്നാമത്തത് ഒന്നാമത്തത് അൽ മഹബ്ബ, സ്നേഹമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഇബാദത്ത് ചെയ്യുന്നതിന്റെ പ്രേരകം എന്തായിരിക്കണം? അള്ളാഹുവോടുള്ള സ്നേഹമായിരിക്കണം. അല്ലേ? അള്ളാഹുവോടുള്ള സ്നേഹമായിരിക്കണം. അള്ളാഹു ചെയ്തിട്ടുള്ള ധാരാളമായ നിഅമത്തുകൾ ഇതിനെല്ലാം ഓർത്തുകൊണ്ട്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മക്കാനത്തും അള്ളാഹുവിന്റെ അപമത്വം എല്ലാം ആലോചിച്ച് അതിലൂടെ നമുക്ക് അങ്ങനെ അള്ളാഹുവിന്റെ അസ്മാഉകളും സിഫാത്തുകളും പഠിക്കുന്നതിലൂടെ അള്ളാഹുവിനെ നമുക്ക് അങ്ങേയറ്റം സ്നേഹിക്കാൻ കഴിയും. ആ ഒരു സ്നേഹമായിരിക്കണം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടത്, ഇബാദത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. കാരണം സ്നേഹം എന്നുള്ളത് പ്രകടിപ്പിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അല്ലാതെ ഒരാൾ മനസ്സിൽ നിറയെ സ്നേഹമുണ്ട്, പക്ഷെ ഒന്നും പറഞ്ഞാൽ കേൾക്കൂല. ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉപ്പനെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെ ഉമ്മനെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും. പക്ഷെ അതേപോലെ തന്നെ ഒരു ഉമ്മ വെറുക്കുന്ന കാര്യങ്ങൾ മാത്രം പ്രവർത്തിക്കുന്നു. ഈ തരത്തിൽ ആയിക്കഴിഞ്ഞാൽ അത് സ്നേഹമാണോ? അപ്പൊ സ്നേഹത്തിന്റെ പ്രകടമായ ലക്ഷണമാണത് അവൻ ഇഷ്ടപ്പെടുന്നത് പോലെ മാത്രം ജീവിക്കുക. അവന്റെ ഇഷ്ടങ്ങനെ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അതിലെന്താണ്? മത്സരിക്കുക, അതിൽ മുഴുകിയിരിക്കുക. ഇതെല്ലാം സ്നേഹത്തിന്റെ മവാഹിറുകളാണ്, പ്രകട ലക്ഷണങ്ങളാണ്. അപ്പൊ അടിസ്ഥാനമായ റുക്ന് ഏതാണ്? മഹബ്ബത്താണ്. അള്ളാഹുവോടുള്ള സ്നേഹം ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത് അൽ ഖൗഫ്, ഭയം ഉണ്ടായിരിക്കണം. ഖൗഫ്, ഭയം. എന്ത് ഭയമാണ് ഉണ്ടാവേണ്ടത്? അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയക്കണം, അള്ളാഹുവിന്റെ കോപത്തെ ഭയക്കണം. കാരണം താൻ ഈ ഇബാദത്തുകളിൽ വീഴ്ച വരുത്തിയാൽ അള്ളാഹുവിന്റെ കോപം ലഭിക്കുമെന്നുള്ളത് ഭയപ്പെടണം. അങ്ങനെ ആ കോപം ഉണ്ടാകാതിരിക്കാൻ അള്ളാഹുവെ പേടിച്ചുകൂടിയായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഇബാദത്ത് ചെയ്യേണ്ടത്. മൂന്നാമത്തത്, ഇതിനെല്ലാം ആയത്തുകളും തെളിവുകളൊക്കെ ഉണ്ട്, അത് നമുക്ക് പറയാം. മൂന്നാമത്തത് അർറജാ, പ്രതീക്ഷയോടുകൂടിയായിരിക്കും നമ്മൾ അമല് ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ അടുക്കൽ ഈ അമല് സ്വീകരിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് വേണം. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ ഇത് മുഖാന്തരം നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നും അള്ളാഹുവിന്റെ ഇഷ്ടം, തൃപ്തി ഇതെല്ലാം നേടിയെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കണം. ഭയത്തിന്റെ കാര്യത്തിൽ ഈ അമൽ സ്വീകരിക്കപ്പെടുമോ എന്ന് ഭയം വേണം. ഇതെല്ലാം വേണം. ഈ കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങൾ, മഹബ്ബത്ത്, ഖൗഫ്, റജ, 3 കാര്യങ്ങൾ ഒരു ഇബാദത്തിന്റെ അർക്കാനുകളാണ്. അപ്പൊ നമ്മളൊരു ഇബാദത്തിലേക്ക് ഏർപ്പെടുന്നതിന് മുമ്പായിട്ട് ഈ 3 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? മനസ്സിരുത്തേണ്ടതുണ്ട്. അല്ലാതെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഒരു വളരെ സില്ലി ആയിട്ടുള്ള കാര്യമല്ല, വളരെ ഗൗരവമുള്ള കാര്യമാണ്. അപ്പോഴേ അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളെ കുറിച്ച് പറഞ്ഞു, ഇന്നഹും കാനൂ യഅബുദൂനന ഇന്നഹും أولئك الذين يسارعون في الخيرات ويدعوننا
റഗബൻ വറഹബ. അവർ അമ്പിയാക്കൾ, അവർ നന്മയിൽ അങ്ങേയറ്റം മത്സരിക്കുന്നവരായിരുന്നു, വേഗത കൈക്കൊണ്ടവരായിരുന്നു അവർ. മാത്രമല്ല നമ്മെ അവർ ഇബാദത്ത് ചെയ്തിരുന്നത് ഭയത്തോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും മാത്രമാണ്. അമ്പിയാക്കൾ അങ്ങനെയായിരുന്നു. മാത്രമല്ല മുഅ്മിനുകളുടെ വിശേഷണമായിട്ട് അല്ലാഹു പറഞ്ഞു, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മുഅ്മിനുകൾക്ക് അല്ലാഹുവോട് ശക്തമായ ഇഷ്ടമാണ്. അല്ലേ? ശക്തമായ പ്രേമം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പ്രേമം, ഇഷ്ക് എന്നുള്ള പദം അല്ലാഹുവിന്റെ മഖാമിൽ ഉപയോഗിക്കാൻ തന്നെ പാടില്ല. കാരണം ഇഷ്ക് എന്നുള്ളത് ഹറാമായിട്ടുള്ള, മദ്മൂമായിട്ടുള്ള, വൃത്തികെട്ട ഒരു കാര്യമാണ്. അപ്പോ അല്ലാഹുവോടുള്ള ഇഷ്ക് അങ്ങനെ പറയാൻ പാടില്ല. കാരണം അത് വെറുക്കപ്പെട്ട ഒരു വിഷയമാണ്. മറിച്ച് അല്ലാഹുവോടുള്ള മഹബ്ബത്ത് എന്നാണ് പറയേണ്ടത്. ഇഷ്ക് എന്നുള്ള പദം ആരാണ് ഉപയോഗിച്ചിട്ടുള്ളത്? സൂഫികളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്ത പദങ്ങൾ വരെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ മഖാമിൽ, റസൂലുള്ളാഹിന്റെ മഖാമിൽ ഉപയോഗിക്കാൻ തന്നെ പാടില്ല. അപ്പോ ഈ 3 കാര്യങ്ങളുണ്ട്. സലഫുകൾ പറഞ്ഞു, ഒരു ഇബാദത്ത് എന്ന് പറയുന്നത് ഒരു പക്ഷിയെ നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ, ഒരു ഇബാദത്തിന് അതിന്റെ ആ സ്ഥാനത്ത് ഒരു പക്ഷിയെ സങ്കല്പിക്കുകയാണെങ്കിൽ ആ പക്ഷിയുടെ തലയാണെന്ത്? മഹബ്ബത്ത്. തലയില്ലാതെ അത് ഇബാദത്ത് തന്നെ ആവൂല. കാരണം ഇബാദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ ഏറ്റവും അങ്ങേ തലയാണ്. ഏറ്റവും പൂർണ്ണമായ സ്നേഹത്തിനാണെന്ന് പറയുന്നത് ഇബാദത്ത് എന്ന് പറയുന്നത്. അല്ലേ? ഇബാദത്ത് സ്നേഹമാണ് ശരിക്കും. ഇനി ഖൗഫും റജാഉം നമ്മെ മുന്നോട്ട് നയിക്കുന്നത് അല്ലാഹുവിലുള്ള ഭയവും അതുപോലെ തന്നെ പ്രതീക്ഷയുമാണ്. അത് 2 ചിറകുകളുടെ മസാബത്തിലാണ്. ഖൗഫ് ഒരു ചിറക്, റജാ ഒരു ചിറക്. അപ്പൊ ഇതെല്ലാം ഒരു ഇബാദത്തിന്റെ അർക്കാനുകളാണ്. അപ്പോ എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇബാദത്തിന്റെ അർക്കാനുകളിൽ 3 കക്ഷികൾ പഴച്ചു പോയിട്ടുണ്ട്. ഒന്നാമത്തെ കക്ഷി ആരാണ്? ഖവാരിജികളാണ്. അതേപോലെ തന്നെ മുഅ്തസിലകൾ. അവര് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് പേടിയോടുകൂടി മാത്രമാണ്. കാരണം അവർ കരുതുന്നത് ഒരു വാജിബിൽ വീഴ്ച വന്നു കഴിഞ്ഞാൽ അവൻ കാഫിറായി പോയി. മനസ്സിലായില്ലേ? അതല്ലെങ്കിൽ ഒരാൾ ഒരു ഹറാമ് ചെയ്തു കഴിഞ്ഞാൽ അവൻ കാഫിറായി പോയി എന്നാണ് വിശ്വസിക്കുന്നത്. ഈ തരത്തിൽ മാത്രമല്ല അല്ലാഹുവിന്റെ ധാരാളം താക്കീതുകളുണ്ട്. അല്ലേ? നമുക്കറിയാവുന്നതാണ്. ധാരാളം ഖുർആനിൽ എത്ര താക്കീതുകളുണ്ട്. ആ താക്കീതുകളുടെ കാര്യത്തിൽ അതിര് കവിഞ്ഞവരാണ് ആര്? ഖവാരിജികൾ. താക്കീതുകളുടെ കാര്യത്തിൽ, ഭീഷണിയുടെ കാര്യത്തിൽ. അതുകൊണ്ടാണ് അവർക്ക് വഈദിയ എന്ന് പണ്ഡിതന്മാർ പേര് പറയാറുള്ളത്. വഈദിയ. കാരണം അവർ വഈദിൽ അതിര് കവിഞ്ഞ ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർ അല്ലാഹുവിനെ പേടിയോടുകൂടി മാത്രമാണ് ഇബാദത്ത് ചെയ്യുന്നത്. എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ റജാഇൽ അതിര് കവിഞ്ഞു പോയി. അവരാരാണ്? മുർജിഅത്താണ്. മുർജിഅത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ പേര് തന്നെ വന്നത് റജാഇൽ നിന്നാണ്. അതിന് മറ്റൊരു അഭിപ്രായമുണ്ട്, ഇർജാഉൽ അമലി അൻ മുസമ്മൽ ഇബാദ. ഇബാദത്തിൽ നിന്ന് അമലിനെ അകറ്റിക്കളഞ്ഞത് എന്ന അർത്ഥത്തിലും ഇർജ എന്ന പേര് വരും. 2 അർത്ഥത്തിലും വരും. അപ്പോഴെന്താണ്? അവര് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കാര്യത്തിലും അള്ളാഹുവിന്റെ അഫുവിലും മഗ്ഫിറത്തിലും അവര് അതിര് കവിഞ്ഞു. അങ്ങനെ അവരെന്ത് ഹറാം ചെയ്താൽ കുഴപ്പമില്ല. കാരണം ഈമാൻ ഉണ്ടായാൽ മതി, പിന്നെ ഒരു കുഴപ്പമില്ല. പിന്നെ എന്ത് ചെയ്താലും ഇല്ല. പിന്നെ ഈ ജിബ്രീലിന്റെയും മീകായിലിന്റെയും മലക്കുകൾ പിന്നെ നബിയുടെയും ഈമാനിലായിരിക്കുമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ അവർ വളരെ പ്രതീക്ഷയില്ല അവർ അതിര് കവിഞ്ഞു. അങ്ങനെ അവർ പ്രതീക്ഷയോടുകൂടി മാത്രമാണ് അവർ അമലുകൾ ചെയ്യുന്നത്. എന്നാൽ സൂഫികൾ അവർക്ക് അള്ളാഹുവോടുള്ള ഇഷ്കിനെ കുറിച്ച് അവർ പറഞ്ഞെന്താണ്?
അവര് ചില ആളുകൾ പറഞ്ഞതായിട്ട് സൈനബ് അല്ലെങ്കിൽ റാബിയ അൽ അദവിയ പറഞ്ഞതായിട്ട് ഉദ്ധരിക്കപ്പെടുന്നു. അല്ലാഹു ആലം. എന്താണ് എന്നെ അല്ലാഹു എന്റെ ഇബാദത്തുകൾ കാരണമായിട്ട് എന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ ഞാൻ അല്ലാഹുവോട് പറയും എന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുക, നരകത്തിലേക്ക് ആക്കിക്കള. കാരണം എന്താണ്? ഞാൻ നിനക്ക് ഇബാദത്ത് ചെയ്ത് നിന്റെ സ്വർഗം പ്രതീക്ഷിച്ചിട്ടല്ല, മറിച്ച് എന്താണ്, അതേപോലെ തന്നെ നിന്റെ നരകം പേടിച്ചിട്ടല്ല, മറിച്ച് നിന്നോടുള്ള പ്രേമം കാരണത്താലാണ്, ഇഷ്ടം കാരണത്താലാണ്. മനസ്സിലായില്ലേ? ഈ തരത്തിൽ അവരെന്ത് ചെയ്തു? മഹബത്തിൽ മാത്രം എന്താണ് അവര് കേന്ദ്രീകരിച്ചു. അതിൽ കവിയുകയും ചെയ്തു. മാത്രമല്ല, അവർ അള്ളാഹുവിനോടുള്ള മഹബത്ത് എന്ന് പറഞ്ഞാൽ അവര് അതിലേക്ക് എത്തിപ്പെടാനുള്ള യഥാർത്ഥ വസീലയുടെ അല്ല എത്തിപ്പെടുന്നത്, മറിച്ച് അവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് തേടുന്ന സ്നേഹം പോലെ, അതുപോലെയാണ് അവരെന്ത് ചെയ്യുന്നത്? ഈ സ്നേഹത്തെ പരിചയപ്പെടുത്തുന്നത്. അപ്പോ ഒരു ശരിയായ സ്നേഹമല്ല അവരുടെ സ്നേഹം, മറിച്ച് എന്താണ്? വക്രമായ സ്നേഹമാണ് അല്ലേ? അപ്പോ ഈ 3 വിഷയങ്ങളിലും ഓരോ കക്ഷികൾ ഭിന്നിച്ചുപോയി. ഇതിൽ ഏറ്റവും മധ്യമമായ നിലപാട്, ഏറ്റവും ശരിയായ നീതി പൂർവകമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത് ആരാണ്? അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. അടുത്തത് ഏതാണ്? അൻവാഉൽ ഇബാദ. നാലാമത്തത് അൻവാഉൽ ഇബാദ. ഇബാദത്തിന്റെ എന്താണ്? ഇനങ്ങൾ, ടൈപ്സ് ആണ്. ഏതൊക്കെ തരത്തിലുള്ള ഇബാദത്തുകളുണ്ട്? അൽ ജവാബു 4 എണ്ണമാണ് എന്ന ഉത്തരം. ഒന്ന് ഇബാദ ഫഅലിയ്യ, രണ്ടാമത്തേത് ഇബാദ ഖൽബിയ്യ, അടുത്തത് ഇബാദ ഖൗലിയ്യ, ഇബാദ ഫഅലിയ്യ, ഇബാദ ഖൽബിയ്യ, ഇബാദ മാലിയ്യ. ഇങ്ങനെ 4 എണ്ണമാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഒന്ന് ഖൗലിയത്തായിട്ടുള്ള ഇബാദത്തുകൾ, നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, നാവുകൾ കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകൾ. ഏതൊക്കെയാണ് നാവ് കൊണ്ട് ചെയ്യുന്ന ഇബാദത്ത്? എല്ലാവരും ഒരു ഇബാദത്ത് പറ. നാവ് കൊണ്ട് പിന്നെ ഖിറാഅത്തുൽ ഖുർആൻ അല്ലേ? അതിനടുത്ത് എന്താണ്? ഇബാദ ഫഅലിയ്യ, നമ്മുടെ അവയവങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യുന്നത്, അഥവാ പ്രകടമായ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്നത്. ഏതുപോലെ നമ്മുടെ ചെയ്യുന്ന നമസ്കാരം ഇതെല്ലാം സംഗമിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ എന്താ? വഴിയിൽ നിന്ന് നമ്മുടെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാം. ഇതുപോലുള്ള കാര്യങ്ങൾ എന്താണ്? പ്രവൃത്തിപരമായ നമ്മൾ ജവാരിഹുകൾ കൊണ്ട് ചെയ്യുന്ന എന്താണ്? ഇബാദത്തുകൾ. അടുത്തത് ഇബാദ ഖൽബിയ്യ, ഹൃദയം കൊണ്ടുള്ള ഇബാദത്തുകൾ. ഹൃദയം കൊണ്ടുള്ള ഇബാദത്തുകൾ ഏതുപോലെ? ഹൃദയം കൊണ്ടുള്ള അല്ലാഹുവെ സ്നേഹിക്കൽ, അതുപോലെ തന്നെ നാണം, ഹയാ, അതുപോലെ തന്നെ എന്താണ്? ഇഖ്ലാസുൻ നിയ്യ. ഇതെല്ലാം എന്താണ്? ഹൃദയത്തിന്റെ അമലുകളാണ് അല്ലേ? നമുക്കറിയാം. അടുത്തത് ഇബാദ മാലിയ്യ, സാമ്പത്തികപരമായിട്ടുള്ള അമലുകൾ. ഏതൊക്കെയാണ്? ഒന്ന് പറ. സക്കാത്ത് അല്ലേ? പിന്നെ സദഖ, ഹജ്ജ്, ഇതുപോലെ ധാരാളം. അതുപോലെ ഹദിയ ഇബാദത്താണ്. അഖീഖ, ഉദ്ഹിയ അല്ലേ? ഇതെല്ലാം ഉണ്ട്. അങ്ങനെ ഈ 4 തരത്തിലെ ഇബാദത്തുകൾ എടുത്തു നോക്കണമെങ്കിൽ 4 ടൈപ്പ് ഇബാദത്തുകൾ നമുക്ക് കാണാൻ കഴിയും. ശരി, അടുത്തതായിട്ട് 5ാമത്തെ കാര്യം അഹ്കാമുൽ ഇബാദ.
എന്ന് പറഞ്ഞാൽ അൽ അഹ്കാം തക്ലീഫിയ്യ, ബാധ്യതകൾ, എന്താ പറയാ, നമ്മുടെ മേൽ ബാധ്യതയാകുന്ന വിധികൾ 5 തരത്തിലാണ് ഉണ്ടാവുക. അതൊന്നാമത്തത് എന്താണ്? വാജിബത്തായിട്ടുള്ളത്, ഇബാദത്ത് വാജിബ്. രണ്ടാമത്തത് മന്ദൂബത്തായിട്ടുള്ളത്. മന്ദൂബ എന്ന് പറഞ്ഞാൽ എന്താണ്? നാഫിലത്ത്, പുണ്യകരമായിട്ടുള്ള, മുസ്തഹബായിട്ടുള്ളത്. അടുത്തത് മക്രൂഹത്തായിട്ടുള്ളതുണ്ട്, നദർ പോലെ. പിന്നെ അടുത്തത് മുബാഹത്തായിട്ടുള്ളതുണ്ട്, അനുവദനീയമായിട്ടുള്ളത്. അടുത്തത് എന്താണ്? ഹറാമായിട്ടുള്ളതുണ്ട്. ഇങ്ങനെ 5 വിധത്തിൽ നമ്മൾ ഇബാദത്തുകൾ പരിശോധിക്കുകയാണെങ്കിൽ കണ്ടെത്താൻ കഴിയും. അപ്പോൾ ചില ഇബാദത്തുകൾ ഹറാമാണ്. ഏതുപോലെ ഹറാമായ ഇബാദത്ത് ഏതാണ്? ഉദാഹരണമായിട്ട് സിയാം യൗമി സബ്ത് അലാ ഖൗൽ, ഒരഭിപ്രായ പ്രകാരം ശനിയാഴ്ച നോമ്പെടുക്കും, ഇബാദത്താണ്, പക്ഷെ ഹറാമാണ്. ഒരഭിപ്രായ പ്രകാരം, ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ. ഇങ്ങനെ പല വിഷയങ്ങളുണ്ട്. അതുപോലെ തന്നെ കൂട്ടുപ്രാർത്ഥന വരും. അതുപോലെ തന്നെ എന്താണ് മക്രൂഹായ, അല്ലെങ്കിൽ സമയങ്ങളിൽ നമസ്കാരം, അതെന്താണ് മക്രൂഹാണ്, അല്ലേ? ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. ഇനി അടുത്തത് അസ്മിനത്തുൽ ഇബാദ, ഇബാദത്തിന്റെ സമയങ്ങൾ. അത് എത്രയാണ്? 6ാമത്തെ വിഷയമാണ്. അതിൽ 6 എണ്ണമാണ്. ഇത് ആയത്തിലും ഹദീസിലും വന്ന കാര്യങ്ങളല്ല, മറിച്ച് എന്താണ്, ഇത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ 6 എണ്ണം മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അത് ഇസ്തിഖ്റാ എന്ന് പറയും. ഇസ്തിഖ്റാ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ എന്താക്കുന്നതാണ്? തെളിവ് പിടിക്കുന്നത്. ഇസ്തിഖ്റാ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അന്വേഷിച്ചു, ധാരാളമായി പരിശോധിച്ചു, ധാരാളം ഇബാദത്തുകൾ പരിശോധിച്ചു. അപ്പൊ ഈ ഒരു 6 സമയങ്ങൾക്കപ്പുറമുള്ള ഇബാദത്തില്ല. അതിലൊന്നാമത്തത് എന്താണ്? ഇബാദ ആനിയ. ഇബാദ ആനിയ, ഓരോ നിമിഷവും ചെയ്യുന്നത്, ഓരോ നിമിഷം ചെയ്യുന്നത്. എന്താണ്? ഈമാൻ പോലെ. അത് ഇബാദത്താണ്, പക്ഷെ ഓരോ നിമിഷം നമുക്കുണ്ട്. ഇനി നമുക്ക് ഒരു പക്ഷെ ശരിയാവുന്നതാണത് താടി വെക്കൽ. ഇത് ഓരോ നിമിഷമുള്ള സംഭവമാണ്. അതിലിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം. ആർക്ക്? നിയ്യത്തുള്ള ആൾക്ക്. അടുത്തതോ എന്നെ നേരെ വിപരീതമായിട്ട് പഠിച്ചാല് പണ്ഡിതന്മാർ പറയുന്നത് ഇബാദത്തുകളിൽ വരെ വരുന്ന ഹറാമ് ഒരാള് ഇബാദത്ത് ചെയ്യാൻ നിസ്കരിക്കണം. അപ്പൊ ആരെങ്കിലും കള്ളു കുടിക്കും? നിസ്കരിക്കുമ്പോ ഇല്ല. ആരെങ്കിലും അപ്പോ പുകവലിക്കുകയോ സിന ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. മറിച്ച് ആ സമയത്ത് എന്ത് ചെയ്യും? വേറൊരു ഹറാം ഉണ്ടാവും. അത് തന്നെയാണ് താടി പിടിക്കുക. അപ്പൊ ആ ഹറാം അപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതല്ലാത്ത മറ്റു പല ഹറാമുകൾ ആ സമയത്ത് ഉണ്ടാവില്ല, അല്ലേ? അതിൽപ്പെട്ടതാണ് ഇസ്ബാല്, ഇബാദത്തിന്റെ നേരത്ത് തുണി താഴ്ത്തിയിടുന്നത്. അപ്പൊ ഏതായാലും ഓരോ നിമിഷവും എന്താണ് നടക്കുന്ന ഇബാദത്ത്, ഹൃദയം അള്ളാഹുവുമായി ബന്ധപ്പെടുന്നത് ഒരു നിമിഷം പോലും ബന്ധപ്പെടാതിരിക്കാൻ പാടില്ല, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ജീവിതവും മരണവും എല്ലാം ഓരോ നിമിഷവും അള്ളാഹുവിനുള്ളതാണ്. ഇനി ഇബാദ യൗമിയ്യ, എല്ലാ ദിവസവും ചെയ്യേണ്ടത്. ഏതുപോലെ നമസ്കാരം എല്ലാ ദിവസവും നമ്മൾ നമസ്കരിക്കണം, അല്ലേ? ശരി. പിന്നെ എല്ലാ ദിവസവും 5 നേരം നമസ്കരിക്കണം. പിന്നെയോ എല്ലാ ദിവസവും ചെയ്യേണ്ടത് അദ്കാറു സബാഹ് വൽ മസാ. പിന്നെയോ എല്ലാ ദിവസവും ചെയ്യേണ്ടത് ഖിയാമുൽ ലൈൽ, അല്ലേ?
അതുപോലെ തന്നെ എന്താണ് റവാത്തിബ് നമസ്കാരങ്ങളുണ്ട്. പിന്നെയോ വുദൂ ഉണ്ട്. ഇതെല്ലാം എന്താണ് എല്ലാ ദിവസവും ചെയ്യണം. ഇനി അടുത്തത് ഇബാദ ഉസ്ബൂഇയ്യ, ആഴ്ചയിൽ ചെയ്യുന്നത്. ജുമുഅ ആഴ്ചയിലുള്ളതാണ് അല്ലേ. അതുപോലെ പിന്നെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുള്ള നോമ്പ്, ഇതെല്ലാം എല്ലാ ആഴ്ചയിലും വരുന്നതാണ്. ഇബാദ ഷഹരിയ്യ, എല്ലാ മാസത്തിലുള്ള ഇബാദത്ത്. ഏതാണ്? അയ്യാമുൽ ബീദിലുള്ള നോമ്പ് വരുന്നുണ്ട് അല്ലേ. അടുത്തത് ഏതാണ്? ഇബാദ ഇബാദ സനവിയ്യ, വർഷത്തിലൊരിക്കലുള്ള ഇബാദത്ത്. ഏതുപോലെ? സിയാമു റമദാൻ. ഹജ്ജ് വരുന്നുണ്ട് പറയാം. എന്താണ് സനവിയ? എല്ലാ വർഷത്തിലുള്ള ഇബാദത്ത്. അതെന്താണ്? ഞാൻ ഇത് എന്താണ് പറഞ്ഞത്? സിയാമു റമദാൻ. പിന്നെന്താ ഉള്ളത്? എല്ലാ വർഷവും ഉള്ളത് ഈദുൽ പിന്നെ ഉദ്ഹിയ്യത്തുണ്ട്. ഇതെല്ലാം എല്ലാ വർഷവും ഉള്ളത്. സകാത്ത് എല്ലാ വർഷവും ഒരിക്കൽ കൊടുക്കണം. ഇതുപോലുള്ളത്. ഇനി ഇബാദ ഉംറിയ്യ, ആയുസ്സിലൊരിക്കൽ ചെയ്യുന്നത്. അതിൽ ഹജ്ജ് വരും. ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഹജ്ജ് എല്ലാ വർഷവും എന്തുണ്ട്? സനവീയത്തിലും ഉൾപ്പെടുത്താൻ കഴിയും, എല്ലാ വർഷവും. ഇനി അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യേണ്ടതാണ്, എന്താ പറയാ, ഒരു കല്യാണം കഴിക്കാനുള്ള ഒരിക്കലെങ്കിലും ചെയ്യേണ്ടതാണ്. പിന്നെയോ പിന്നെ അഖീഖ അറക്കുക എന്നുള്ളത്. പിന്നെന്താണ് ജീവിതത്തിൽ ചെയ്യേണ്ടത്? ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യേണ്ടതാണ്? അതെ, തസ്ബീഹ് നമസ്കാരം അല്ലേ. ശരി, അപ്പൊ ഇങ്ങനെ ഉൾപ്പെടുത്താൻ കഴിയും. നമ്മുടെ സമയം എന്താണ് അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പോ ഇലാഹുന വസ്സലാമു അലൈഹി.